സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരം ഇന്ത്യ അന്ന് ആഗ്രഹിച്ചത്. ആ സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരത്തിൽ ഓടുമ്പോഴെങ്കിലും എന്റെ കാലിൽ ഒരു അഡിഡാസിന്റെ ഷൂ ഉണ്ടാകണമെന്ന്. എന്താ ചെയ്തതെന്നറിയോ? അവസാനം അച്ഛൻ വാങ്ങിക്കൊടുത്ത ആ പൂട്ടിന്റെ ചെരുവിൽ അഡിഡാസിന് സ്കെച്ച് പേന കൊണ്ടിരിക്കുന്നു. പിന്നീട് തന്റെ 17ാമത്തെ വയസ്സിൽ ഇന്തോനേഷ്യയിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരത്തിൽ അവൾ 1ാം റാങ്ക് കയറി. ഫിൻലാൻഡിൽ നടന്നിട്ടുള്ള 18ാമത്തെ വയസ്സിൽ 18 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിൽ 400 മീറ്ററിൽ അവർ 1ാം റാങ്ക് കയറി, ഗോൾഡ് മെഡലിസ്റ്റ്. ഈ പെൺകുട്ടിയെ തേടി സാക്ഷാൽ ഈ പറയുന്ന അഡിഡാസിന്റെ കമ്പനി എത്തി. അഡിഡാസ് കമ്പനി വന്നിട്ട് അവരോട് ചോദിക്കാം, ഞങ്ങളുടെ അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന്, ഞങ്ങളുടെ ടോട്ടൽ ബൂട്ടിന്റെ അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന്. ആ പെൺകുട്ടി അന്ന് ഒരുപാട് കരഞ്ഞു. കാരണം ഈ അഡിഡാസിന്റെ ഷൂ ഇല്ലാതെ ഓടി ഓടി നടന്നിട്ടുള്ള ഒരു കാലം അത് ഓർമ്മയിൽ വന്നു. അഡിഡാസ് കമ്പനി ചോദിച്ചു, എന്താ നീ കരയുന്നത് എന്ന്. അവൾ ഈ സ്റ്റോറി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അന്ന് അഡിഡാസ് അത്ഭുതകരമായ ഒരു തീരുമാനമെടുത്തു. അഡിഡാസ് ലോകത്തിൽ മുഴുവനും സുന്ദരമായൊരു ഷൂ ഇറക്കി. ആ ഷൂവിന്റെ പേര് ഹിമാദാസ് എന്നായി. പെൺകുട്ടിയുടെ പേരാണെങ്കിൽ എന്റെ മോനെ ആ പേരിൽ ഈ പറയുന്ന കമ്പനി ഷൂ ഇറക്കി. ഏതൊരു കമ്പനിയുടെ ഷൂ ഇട്ട് ഓടാൻ കഴിയാത്ത പെൺകുട്ടി. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഒരു മനുഷ്യന്റെ അതിശക്തമായ എനർജിക്ക് ഇതാവുക. ഹിമാദാസ്, അഡിഡാസ്.